മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ലിഖാഅ് കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, നിനക്ക് എന്റെ ലിഖാഅ് കാണിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ എനിക്ക് നിന്റെ ലിഖാഅ് കാണിച്ചു തരണേ അല്ലാ. എല്ലാ മതസ്ഥരും അവരുടെ ദൈവങ്ങളെ കണ്ടുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദുനിയാവില് പടച്ചവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോ, അല്ലാഹുവേ ഇന്നതാ നിന്റെ മുമ്പിൽ ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ല അല്ലാ. നിന്നെ ഒരുപാട് വിശേഷണങ്ങൾ കേട്ടുകൊണ്ട്, നിന്നെ കേട്ടുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ഇവിടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നത്. അങ്ങനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. പടച്ച റബ്ബേ, നിന്റെ ലിഖാഅ് ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുവിന്റെ ലിഖാഇനെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ലിഖാഅ് കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഇതാ ഇവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ലിഖാഅ് കാണുന്ന വിഭാഗത്തെ കുറിച്ചിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ലിഖാഇനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കട്ടെ, അവർ അല്ലാഹുവിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കട്ടെ. അതാ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അല്ലാഹുവിന്റെ അഹ്ലുകാരെന്ന് പറയുന്നത്? ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാരെന്ന് പറയുന്നത്? ഒന്ന് പറയുമോ നബിയേ, ഒന്ന് പറയുമോ നബിയേ? അല്ലാഹുവിന്റെ അഹ്ലുകാരുണ്ടോ, അല്ലാഹുവിന്റെ അഹ്ലുകാരുണ്ടോ എന്നവിടെ നിന്ന് ആരാണെന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇതാ ഇതവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഈ ദുനിയാവിലുള്ള അല്ലാഹുവിന്റെ അഹ്ലുകാര് ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ. പടച്ച റബ്ബേ, നമ്മുടെ വീട്ടിനകത്തൊക്കെ ഷെൽഫിലിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ആ ഖുർആൻ എടുത്തിട്ട് ആരാണ് പാരായണം ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ ഖുർആനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരാണ് അവിടുന്ന് ഖുർആനെ പാരായണം ചെയ്യുന്നവര്? അവരാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അഹ്ലുകാരന്മാർ. അത് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആരെങ്കിലും ഒന്ന് അറിയണേ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീണ്ടും പറയുകയാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ആരെങ്കിലും ആ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കുന്നവര്, ആ ഖുർആനിനെ പാരായണം ചെയ്യുന്നവര്, ആ ഖുർആനിനെ മനഃപ്പാഠമാക്കിയവര് പഠിച്ചവനെ ഒന്ന് ബഹുമാനിച്ചാൽ അല്ലാഹു അവനെ ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സ്വർഗ്ഗം വാഗ്ദാനം നൽകുകയാണ്. നീ സ്വർഗ്ഗത്തിലെന്ന് പറയുകയാ. ആരെങ്കിലും ഉണ്ടല്ലോ പടച്ച റബ്ബേ, പരിശുദ്ധമായ ഖുർആനിന്റെ അഹ്ലുകാരെ, ആഫിദീങ്ങളായ ആളുകളെ, പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിന്റെ അഹ്ലുകാരെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അവരെ പടച്ചവനെ ആരെങ്കിലും അവിടുന്ന് കളിയാക്കിയാൽ അല്ലാഹുണ്ടല്ലോ, അവന്റെ മലക്കുകളുണ്ടല്ലോ, അവിടെ
അവിടുന്ന് അവനെ നിസ്സാരമാക്കി കളയുകയാണോ? അവൻ അവിടുന്ന് നിസ്സാരമാക്കി കളയുകയാണോ? മാത്രമല്ല, നരകത്തിന്റെ ഏറ്റവും വലിയ അടിത്തട്ടിലേക്ക് അതാവന്റെ ശരീരത്തെ എടുത്തിട്ട് വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടതാ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അതാ അവിടുന്ന് പറയുന്നു, അബൂ ഹുറൈറ, അല്ലാഹുവിന്റെ അടുക്കലുണ്ടല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചുമക്കുന്നവനോ, ആ പരിശുദ്ധമായ ഖുർആനിനെ ചുമക്കുന്നവനേക്കാൾ ബഹുമാനി മറ്റാരുമില്ലല്ലോ. ആ ഖുർആനിനെ പഠിച്ചവനെ അവിടുന്ന് ഏറ്റെടുക്കുന്നവനേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് മറ്റാരുമില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മറ്റുള്ള ആളുകളെക്കാൾ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവൻ അല്ലാഹുവിന്റെ അടുക്കൽ ആരാണെന്നറിയോ? അമ്പിയാക്കള് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചവനെ അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിനെ ഏറ്റെടുത്തവനാണ്. അല്ലാഹുവേ, പഠിച്ചവനെ വിശുദ്ധമായ ഖുർആനിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയണല്ലോ. റബ്ബേ, നമ്മളൊക്കെ എത്ര ദിവസമായി പരിശുദ്ധമായ ഖുർആനെടുത്തെന്ന് ഓതി നോക്കിയിട്ടോ? നമ്മുടെ വീട്ടിന്റെ ഉള്ളറയിൽ ഷെൽഫിൽ ഇങ്ങനെ ഖുർആൻ വെച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്ന സമയത്ത് മാത്രമാണ് പഠിച്ചവനെ പല ആളുകളും ഖുർആൻ എടുത്തിട്ടൊന്ന് നോക്കുന്നത്, ഖുർആൻ എടുത്തിട്ടൊന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിനെ പോലും അവിടുന്ന് നിന്ദിക്കുന്ന എത്ര ആളുകളാ! അല്ലാഹുവിന്റെ ഖുർആനെ പോലും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാത്ത എത്ര ആളുകളാണ്! അല്ലാഹുവിന്റെ ഖുർആനിനെ പഠിച്ചവനെ വലിച്ചു കീറിയിട്ടോ, അവിടുന്ന് കത്തിച്ച് കളഞ്ഞിട്ടോ. അല്ലാഹുവേ, ഖുർആനിൽ കള്ളമാണെന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. ഖുർആനിനെ അവിശ്വസിക്കുന്ന, ഖുർആനിനെ കളങ്കപ്പെടുത്തുന്ന, ഖുർആനിനെ കുറ്റം പറയുന്ന എത്രയെത്ര ആളുകളാ! പഠിച്ചവനെ മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിനെ കളവാക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഓർത്തോ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആരാണ് പരിശുദ്ധമായ ഖുർആനിനെ കളങ്കപ്പെടുത്തിയത്? ആരാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവിടുന്ന് അവിശ്വസിച്ചത്? ആരാണ് കളിയാക്കുന്നത്? ആരാണ് കുറ്റം പറയുന്നത്? അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണോ? മാത്രമല്ല, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്സാരമാക്കുകയാണ്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് നിങ്ങളെ വലിച്ചെറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ എടുത്തിട്ട് ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ, അതിനെ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, നാളെ നിനക്ക് സ്വർഗ്ഗമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹുവിന്റെ അഖിലുകാരെ ആരെങ്കിലും അവിടുന്ന് ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു തആല സ്വർഗ്ഗം തരും. സ്വഹാബത്ത് ചോദിക്കാണ്, നബിയെ, അള്ളാഹുവിന്റെ അഖിലുകാരോ? ആരാ നബിയെ അള്ളാഹുവിന്റെ അഖിലുകാര്? അങ്ങനെ അഖിലുകാരുണ്ടോ അള്ളാഹുവിന്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിച്ചവൻ, ഖുർആനിനെ ഓതുന്നവൻ, ഖുർആനിനെ മനഃപ്പാഠമാക്കിയവൻ, ഇവൻ അള്ളാഹുവിന്റെ അഖിലുകാരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. എന്നിട്ട് പറഞ്ഞു, ആ ഖുർആനിനെ ആരെങ്കിലും അവിടുന്ന് ബഹുമാനിച്ചാൽ, ഖുർആനിന്റെ അഹ്ലുകാരെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. മാത്രമല്ല, അതിനെ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ നിന്നെ അല്ലാഹു തആല വെറുക്കും, നിന്നെ അല്ലാഹു നിന്ദിക്കും. മാത്രമല്ല, നിന്നെ അല്ലാഹു തആല നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കുന്നു, നമ്മൾ ഖുർആനിനെ ബഹുമാനിക്കലുണ്ടോ? നമ്മൾ ഇന്ന് ഖുർആൻ ഓതിയിട്ടില്ല, നമ്മൾ അവസ്ഥ ആലോചിക്കുക.
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാഹ്. മനസ്സിൽ നീ ബോധം തരണേ അല്ലാഹ്. ഞങ്ങളെ ഖുർആനിന്റെ അഖിലക്കാരായി നിന്റെ അഖിലക്കാരാക്കി പടച്ചവനെ ഞങ്ങളെ വളർത്തണേ റഹ്മാനെ. ഖുർആനിന്റെ ഖാദിമീങ്ങളായിട്ട് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നവർ അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി മദീന മനസ്സിൽ കണ്ടിട്ട് ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മണിമുത്തേ മദീനയിലാണോ മന്ദാര ചെപ്പിൻ അഴകാണോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കാരുണ കടലോരേ മുത്തുനബി ശഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ കരളേ പൊന്നുമ്മ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അല്ലാഹുവേ കരുണക്കടലായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ മദീനയിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ഒരുമിച്ച് കൂടി അവരുടെ വേദനകൾ കടങ്ങൾ അല്ലാഹുവേ തളർച്ചകൾ തലവേദനകൾ തുടങ്ങിയിട്ടില്ല ഒരുപാട് മുസീബത്തുകൾ ഒരുപാട് വേദനകളുണ്ട് തമ്പുരാനെ. എല്ലാത്തിനും നീ പരിഹാരം നൽകണേ അല്ലാഹ്. കരുണക്കടലായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ശരീരത്തിന്റെ മനസ്സിന്റെ അല്ലാഹുവേ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു തആല ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിച്ചാൽ ഹാഫിദീങ്ങളെ ബഹുമാനിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. നമ്മുടെ നാട്ടിലെ ഹാഫിദീങ്ങളെ അല്ലെ ഈ ഇരിക്കുന്ന പല ആളുകളുടെ മക്കൾ ഹാഫിദീങ്ങൾ ഉണ്ടാകും, കുടുംബത്തിലെ ഹാഫിദീങ്ങൾ ഉണ്ടാകും, നാട്ടിലെ ഹാഫിദീങ്ങൾ ഉണ്ടാകും, ബന്ധപ്പെട്ടവരിൽ പല ആളുകളും ഹാഫിദീങ്ങൾ ഉണ്ടാകും അല്ലെ. ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു. അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ അതാവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് വീണ്ടും പറയുകയാ അല്ലാഹുവേ നമ്മൾ ഒരുപാട് പഠിച്ചത് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യാറുണ്ട്. എന്നിട്ടോ പല സമയത്തും നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരാറുണ്ട്. എന്നാൽ അത് അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മൻ ഖതമൽ ഖുർആന ഫലഹു ദഅവത്തുൻ മുസ്തജാബ. അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്
ഒരാളെങ്ങാനും പരിശുദ്ധമായ ഖുർആൻ ഖത്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പടച്ച റബ്ബേ എന്ത് പാപങ്ങളാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത്, എന്ത് വിഷമങ്ങളാണ് നമ്മുടെ മനസ്സിനകത്തുള്ളത്, എന്തെല്ലാം പടച്ച റബ്ബേ കടങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളെ കൊണ്ടാണ് പടച്ച റബ്ബേ നമ്മൾ വലയുന്നത്. ഈ പ്രയാസങ്ങൾ പടച്ചവനെ പരിശുദ്ധമായ ഖത്മ ചെയ്തിട്ട് ഖുർആൻ നമ്മൾ മുഴുവനായിട്ട് മോദിയിട്ട് അവിടെ നിന്ന് പടച്ചവനോട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹുവേ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ പരിശുദ്ധമായ എല്ലാവിധ ഹലാലായ മുറാദുകളുണ്ടല്ലോ, ആ മുറാദുകൾ അല്ലാഹു തആല വീട്ടിൽ തരുമെന്നോ. അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നീ അല്ലാഹുവിനോട് പരിശുദ്ധമായ ഖുർആൻ ഖത്മ ചെയ്തിട്ട് ഖുർആൻ മുഴുവനും ഖുർആൻ മുഴുവനും അവിടുന്ന് ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, നിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കട്ടെ. നമ്മളൊക്കെ ഖുർആൻ ഖത്മാക്കുന്നവരല്ലേ, റമദാനിൽ 2, 3, 4 ഒക്കെ ഖത്മാക്കുന്നവരുണ്ട് അല്ലേ. ചിലവർ 1 ചെയ്യും, ചിലവർ 2 ചെയ്യും, ചിലവർ 3, 4 ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ ഇത്ര ഖത്മ പൂർത്തിയാക്കിയിട്ടുണ്ട്, ദുആ ചെയ്യണമെന്നൊക്കെ അൽഹംദുലില്ലാഹ് പറഞ്ഞ ഒരുപാട് ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മരുന്ന്. എന്തിനാ ഖുർആനിൽ മരുന്നില്ലാത്തത്? നമ്മുടെ എല്ലാ കാര്യത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അല്ലേ, അല്ലാഹുവേ നമുക്കതിൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ ഖുർആനിൽ എൻ്റെ പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതാ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏറ്റവും കൂടുതൽ ലോകത്ത് പാരായണം ചെയ്യുന്നത് ഏതാ? ഏത് മതത്തിന്റെ ഗ്രന്ഥം? പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനാ. ആ ഖുർആൻ നോക്കിയിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് പല ആളുകളും വിധി പറയുന്നത്. മനസ്സിലായോ? അല്ലാഹുവിന്റെ ഖുർആന് എല്ലാത്തിന്റെയും വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സയൻസും ബയോളജി സയൻസും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിനെ ആർക്കെങ്കിലും മാറ്റി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ ഖുർആന്റെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായ ചില ആയത്തുകൾ ചില സമയത്ത് സന്ദർഭയോചിതമായിട്ട് അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ ഇന്നും പൊക്കി പിടിച്ചിട്ട് അത് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായ അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയാണ്, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ ഖതമൽ ഖുർആന നഗാറാ ഗുഫിറ ലഹു ദാലികൽ യൗം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആരെങ്കിലും പടച്ചറപ്പേ പകലിലാണ് അവിടുന്ന് ഖത്മ ചെയ്യുന്നത്, എന്നിട്ട് അവിടുന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ അവനിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാ. വീണ്ടും അതാ മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വമൻ ഖതമഹു ലൈലാ. ഇനി ഒരാളെങ്ങാനും പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് ഖത്മ ചെയ്യുന്നത് രാത്രിയാണെങ്കിൽ
അവന്റെ ചെയ്തു കൂട്ടിയ പാപങ്ങള് പടച്ചറബേ ആ രാത്രി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ഒരിക്കലും തന്നെ മറ്റൊരു സമയത്തേക്ക് അല്ലാഹു തആല മാറ്റിവെക്കുന്നതല്ല. അവൻ ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉടനടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഒരാള് പരിശുദ്ധമായ ഖുർആനിനെ പകലിലാണ് ഖത്മ ചെയ്തത്, എന്നാൽ ആ പകലിൽ തന്നെ സ്പോട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇനി ഒരാള് അവിടെ പരിശുദ്ധമായ ഖുർആനെ ഖത്മ ചെയ്ത രാത്രിയിലാണ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രാത്രി സമയത്ത് സ്പോട്ടിൽ അല്ലാഹു തആല അവന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും, അവന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാണ് എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പരിശുദ്ധമായ ഇസ്ലാമിലെ ഒരു യുദ്ധം നടക്കാൻ ചരിത്രം കേൾക്കുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പല രൂപത്തിലായിട്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു യുദ്ധം നടക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിന് ഒരു നേതാവിനെ വേണം. അതാവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പടച്ചവനെ അവിടുന്ന് സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയവര് ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ഈ സൈന്യത്തിന് ആരെങ്കിലും ഉണ്ടോ എന്നതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ പടച്ചവനെ സ്വഹാബികൾ അവിടുന്ന് മൗനം പാലിക്കുകയാണ്. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഖുർആനിൽ നിന്ന് വല്ലതും മനപ്പാഠമാക്കിയവരുണ്ടോ? പടച്ചറബേ ഉടനെ അതാ ഞാനുണ്ട് റസൂലേ. ഒരാളതാ അവിടുന്ന് മറുപടി പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് നീ മനപ്പാഠമാക്കിയിട്ടുള്ളത്? എന്താണ് നീ മനപ്പാഠമാക്കിയതെന്ന് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, സൂറത്തുൽ ബഖറ ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ടോ? സൂറത്തുൽ ബഖറ ഞാൻ മനപ്പാഠമാക്കിയിട്ടുണ്ടോ? ഉടനെ അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹാബാ, ഇദ്ഹബ് ഫഅൻത അമീർ, ഇവരുടെ അമീറായിട്ട് നിന്നെ ചുമതലപ്പെടുത്തുകയാണ്. ഇവരുടെ നീ അമീറാകണേ, യുദ്ധത്തിന് നീ നേതാവാകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവനെ, നേതാവാക്കാൻ പറ്റുന്നത് ആരെയാണ്? അത് പരിശുദ്ധമായ ഖുർആനിനെ മനപ്പാഠമാക്കിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? അവരാണ് ഏറ്റവും കൂടുതൽ പഠിച്ചവനെ ഏറ്റവും കൂടുതൽ നേതാവാകാൻ പറ്റിയവര്. ആരാ നേതാവാകാൻ പറ്റിയവര്? നാട്ടില് പ്രായം കൂടുതലുണ്ട് എന്നല്ല നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ കുറെ കിതാബ് നല്ലോണം തിരിയും, ഇൽമ നല്ലോണം ഉണ്ട്, പക്ഷേ പരിശുദ്ധ ഖുർആനിനെ അറിയാത്ത ഒരാളാണ്. പക്ഷേ നാട്ടിൽ നമ്മൾ 5-8 ആളുകൾ ജമാഅത്ത് നടക്കുകയാണ്. ഒരാളൊരു സ്ഥലത്ത് ചെന്ന് അവിടെ നല്ല പാണ്ഡിത്യമുള്ള നല്ല ആളുണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ ഇമാമ് നിർത്തേണ്ട ആളാരെയാണ്? വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഹിഫ്ദുള്ള ആളുകളെയാണ്. മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കിയാൽ, എന്റെ പ്രിയമുള്ളവരെ, ആ വിശുദ്ധമായ ഖുർആനെ അവനെ മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പിന്നെ പരാജയം തരില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാക്കളെ തിരഞ്ഞെടുക്കുക.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാക്കളെ തെരഞ്ഞെടുത്തപ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബത്തെ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ മനപ്പാഠമുള്ളവരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തോട് മൗനം പാലിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഖുർആനിൽ അല്പമെങ്കിലും മനപ്പാഠമാക്കിയവരുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി പറയാണ്, നബിയെ, ഞാനുണ്ട് നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഇവർക്ക് നീ നേതാവാണ്. അല്ലേ, നീ ഏതാണ് അതിൽ നിന്ന്? ഏതാണ്, ഏത് ഖുർആന്റെ ഏത് ഭാഗമാണ് നീ പഠിച്ചത്? എന്താണ് നിന്റെ മനസ്സിനകത്തുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, എന്റെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ബഖറ ഞാൻ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഹിഫ്ളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എങ്കിൽ നീ അവർക്ക് നേതാവായിട്ട് പോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നേതാവാക്കാനും വരെ പറ്റുന്നത് ആരെയാണ്? എന്റെ പ്രിയമുള്ളവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മനപ്പാഠമായിട്ട് ഇരിക്കുന്ന ആളുകളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാൻ, അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മൻ കഫറ ബിഹർഫിൻ മിനൽ ഖുർആനി ഫഖദ് കഫറ ബിഹി കുല്ലിഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹർഫിനെ ആരെങ്കിലും അവിടുന്ന് കളിയാക്കിയാൽ, ആരെങ്കിലും അവിടുന്ന് നിഷേധിച്ചാൽ, പരിശുദ്ധമായ ഖുർആനിനെ അവിടുന്ന് മുഴുവനായിട്ട് അവിടുന്ന് നിഷേധിച്ചവനെ പോലെയാണ്. അവൻ ഖുർആനിനെ മുഴുവനായിട്ട് നിഷേധിച്ചവനെ പോലെയാണ്, അവിടുന്ന് കളിയാക്കിയവനെ പോലെയാണെന്ന് അത് അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു ഖുർആനിലെ ആയത്തിനെ പോലും നമുക്ക് സംശയം വരാൻ പാടില്ല. ഖുർആനിന്റെ ഒരു ഹർഫിനെ പോലും അവിടുന്ന് പഠിച്ചവനെ നമ്മുടെ മനസ്സിനകത്തോ അവിടുന്ന് നമുക്ക് പഠിച്ചവനെ നിഷിദ്ധമാക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിനകത്ത് ഒരിക്കലും തന്നെ കളങ്കം വന്നു പോകരുത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെന്താണ്, ഒരു ആയത്തിനെ, ഒരു അക്ഷരത്തെ ആരെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് അവിടുന്ന് കളവാക്കി കഴിഞ്ഞാൽ അവൻ ഖുർആനിനെ മുഴുവനായിട്ടും അവിടുന്ന് കളവാക്കിയാലും ഒരു അക്ഷരത്തെ അവന് കളവാക്കിയിട്ടുണ്ട്. അല്ലേ, നമ്മളൊരു ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരരുത്. ചില ആയത്തുകൾ കേൾക്കുമ്പോ ഇപ്പോ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാത്ത ആളുകൾക്കൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ചില ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോധം വരൂല. എന്തിനാ അപ്പൊ അങ്ങനെ പറയണേ, അങ്ങനെയാണോ വേണ്ടത്, അത് അങ്ങനെയല്ലെങ്കിൽ ഒരു ചിന്തകളൊക്കെ ചിലപ്പോൾ വന്നോട് വരും. ആ വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു അക്ഷരത്തെ നീ കളവാക്കിയാൽ, നിനക്ക് സംശയം വന്നാൽ, നിനക്കതിന് എതിര് വന്നാൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ മുഴുവനായിട്ടും വിശുദ്ധമാക്കിയവനെ പോലെയാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പ്രവർത്തിക്കാം. നമ്മുടെ സമയവും നമ്മുടെ കാലവും നമ്മുടെ ഓരോ നേരവും അങ്ങനെ കടന്നു പോകുക, ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം അങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൈ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുക ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നന്മ വേണം, എന്റെ ജീവിതത്തിൽ നന്മ വേണം, എന്റെ ജീവിതത്തിൽ നന്മ വേണം എന്ന രൂപത്തിൽ എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയാം, അല്ലാഹുവേ പഠിച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ യാ റബ്ബി എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിച്ചാൽ, ആത്മാർത്ഥമായിട്ട് ഒരാൾ യാ റബ്ബി എന്ന് വിളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താ വിളിക്കുക? യാ റബ്ബി, എന്റെ റബ്ബേ. അത് മുടങ്ങാതെ ഒരാൾ വിളിക്കുക.
മനസ്സിലായോ? ഒരു 4 തവണ 3 തവണയൊക്കെ അവന് വിളിച്ചാണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥന ഉറപ്പായിട്ട് കേൾക്കും. അടിമ എന്നെ വിളിക്കുന്നുണ്ടല്ലോ പടച്ചോനെ എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അല്ലാഹുവേ പടച്ച റബ്ബേ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദാ ഖാലൽ അബ്ദു യാ റബ്ബി യാ റബ്ബി അർബഅൻ, ആരെങ്കിലും അവിടുന്ന് 4 പ്രാവശ്യമുണ്ടല്ലോ പടച്ചവനെ അവൻ മനസ്സറിഞ്ഞിട്ട് തന്റെ ഹൃദയത്തിൽ എന്റെ പടച്ചറപ്പിനെ എന്റെ കണ്ണുകൊണ്ടും എന്റെ ഹൃദയം കൊണ്ടും എന്റെ ചിന്ത കൊണ്ടും മുഴുവനും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഖാല അല്ലാഹു തആല തബാറക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, ലബ്ബൈക അബ്ദി ലബ്ബൈക അബ്ദി, എന്ത് വേണം നിനക്ക്, നിനക്ക് വേണ്ടത് നീ ചോദിക്കണേ, നിനക്ക് വേണ്ടത് നീ ചോദിക്കണേ. എന്താണോ നിന്റെ മനസ്സിനകത്തുള്ള ഉദ്ദേശമുള്ളതോ ആ ഉദ്ദേശം നീ എന്നോട് ചോദിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ രോഗങ്ങളും നമ്മുടെ കടങ്ങളും നമ്മുടെ വിഷമങ്ങളെല്ലാം ഹൃദയത്തിനകത്ത് വെച്ചിട്ട് എന്റെ ഉമ്മ കാര്യമില്ലല്ലോ, നമ്മെ സൃഷ്ടിച്ചവൻ അല്ലാഹയാണ്, നമ്മളെ പരിപാലിക്കുന്നവനും അല്ലാഹയാണ്. ആ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ വേദനകളെല്ലാം പറഞ്ഞിട്ട് എന്റെ സൃഷ്ടാവിനെ വിളിക്കുക. ഞാനും നിങ്ങളും വിചാരിക്കണം ഞാൻ എന്റെ സൃഷ്ടാവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് പറയണം യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ നമുക്ക് വിളിക്കാൻ കഴിയണം. യാ റബ്ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവിനെ വിളിച്ച അല്ലാഹു ചോദിക്കും, അത്രേ അടിമയായ മനുഷ്യരോട് എന്താണ് നിനക്ക് വേണ്ടത്, നിന്റെ കാര്യം എന്താണ് എങ്കിൽ അത് എന്നോട് പറയുമെന്ന് ഓരോ മനുഷ്യനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത് തർബിയത്താണ്, അതൊരു തർബിയത്താണ്. എന്താണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്താണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈആ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല വേണ്ട സമയത്ത് പരിപാലിക്കുന്നുണ്ട്, വേണ്ട സമയത്ത് വെള്ളം കൊടുക്കുന്നുണ്ട്, വേണ്ട സമയത്ത് അല്ലാഹു വസ്ത്രം കൊടുക്കുന്നുണ്ട്, വേണ്ട സമയത്ത് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വേണ്ട സമയത്ത് അല്ലാഹു അവനിക്ക് ജോലി കൊടുക്കുന്നുണ്ട്, വീട് കൊടുക്കുന്നുണ്ട്, വാഹനം കൊടുക്കുന്നുണ്ട്, എല്ലാം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ തർബിയത്ത് എന്ന് പറയുന്നത്. ഉമ്മ എന്നിട്ടും നമുക്ക് പരാതിയാണല്ലോ, ചോദിക്കുന്നത് കിട്ടുന്നില്ല, ഞാൻ പറയുന്നത് പടച്ചവൻ കേൾക്കുന്നില്ല. ഇങ്ങനെ നമ്മളെല്ലാവരും പരാതി പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് വേണ്ട സമയത്ത് അവൻ ഉദ്ദേശിച്ചത് അവനക്ക് വേണ്ടതുപോലെ അല്ലാഹു തആല കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അനിൽ അത്താഇ റളിയല്ലാഹു തആല അൻഹു, അത്താഇ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖാല മഹാനവറുകൾ ഇവിടെ നിന്ന് പറയുകയാണ്, قال ما قال عبد يا ربي ثلاث مرات. ആരെങ്കിലും പടച്ച തമ്പുരാനോട് 3 പ്രാവശ്യം യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് കണ്ണീരോടെ, നമ്മൾ പറഞ്ഞില്ല, മനസ്സ് തട്ടിയിട്ട്, ഹൃദയത്തിൽ തട്ടിയിട്ട്, നമ്മുടെ ചിന്ത മുഴുവൻ അല്ലാഹുവിലേക്ക് കൊടുത്തിട്ട് എവിടെ നിന്നെങ്ങാനും പടച്ചവനെ അല്ലാഹുവിനെ വിളിച്ചാൽ അല്ലാഹുവേ, മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ഇല്ലാ ഖലറല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കുന്നതാണ്. അല്ലാഹു തആല അവരിലേക്ക് ഒരു നോട്ടം നോക്കുമെന്ന് അല്ലാഹുവേ അത്താഇ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവേ നമുക്ക് പല വഴികളും അല്ലാഹു നമ്മിലേക്ക് നോക്കാനുണ്ട്. മനസ്സിലായോ? നമ്മൾ എത്ര നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പരാതികളും നമ്മൾ പറഞ്ഞാലും, നമ്മുടെ നാട്ടിലെ ഒരാളോട് നമ്മൾ എന്നും നമ്മൾ പരാതി ഇങ്ങനെ പോയിട്ട് പറഞ്ഞാൽ, വിഷമം പോയിട്ട് പറഞ്ഞാൽ, അവൻ മനസ്സിലാക്കി ചങ്ങാതിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, ഒരു നന്മയൊന്നും പറയില്ല. എല്ലാ ദിവസവും ഇവന് വിഷമം വന്നിട്ട് പറഞ്ഞിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലാക്കത്ത്. ഒരു ദിവസം കുഴപ്പമുണ്ടാവില്ല, 2 ദിവസം കുഴപ്പമുണ്ടാവില്ല, 3-ാമത്തെ ദിവസം ഞാൻ തുടങ്ങി, ചങ്ങായി എന്താ ഇതൊരു സ്ഥിരാക്കിക്ക, എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ, ഞാനെന്ത് കാട്ടാനാ? ഈ ചിന്ത മനുഷ്യന്റെ മനസ്സിനകത്ത് വരും, ഉറപ്പല്ലേ അല്ലേ? എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, പടച്ചവനെ, നമ്മൾ എത്ര പരാതി പറഞ്ഞാലും, നമ്മൾ എത്ര വിഷമങ്ങൾ പറഞ്ഞാലും, നമ്മൾ എത്ര സങ്കടങ്ങൾ പറഞ്ഞാലും, അല്ലാഹുവേ പടച്ച തമ്പുരാൻ അവിടുന്ന് യാതൊരു പ്രശ്നവുമില്ല. തന്റെ അടിമയുടെ എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ സങ്കടങ്ങളും അല്ലാഹുവേ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് എന്റെ പടച്ച തമ്പുരാൻ. പടച്ചറപ്പേ, നമ്മുടെ വിഷമങ്ങളുണ്ടല്ലോ, നൂറിക്കണക്കിന് നേരുന്ന വിഷമങ്ങളുണ്ടല്ലോ പടച്ചവനെ. എത്രയോ രോഗങ്ങളായിട്ടാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്, എത്രയോ കടങ്ങളായിട്ടാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എല്ലാ വിഷമങ്ങളും അവിടെ നിന്ന് തീർന്നു കിട്ടാൻ വേണ്ടിട്ടോ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടോ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് കേൾക്കുന്നതാണ്. നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടാനുള്ള വഴി കാണിച്ചു തരുമല്ലോ. അവിടെ നിന്ന് മടി വേണ്ട, അവിടെ നിന്ന് പ്രയാസം വേണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളോ പടച്ചറപ്പേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരുമല്ലോ. പടച്ചറപ്പ് നേരിട്ട് കൊണ്ടുതരലല്ല, നമുക്ക് പടച്ചു തമ്പുരാൻ നേരിട്ട് കൊണ്ടുതരലല്ല. പല ആളുകളും പറയുമല്ലോ, പടച്ചവനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ റബ്ബ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതെന്നോ. എന്റെ പ്രിയമുള്ളവരെ, പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ ഈ ഭൂമിയിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരെ അല്ലാഹു തആല നിയമിച്ചിട്ടുണ്ടോ. എന്റെ പ്രിയമുള്ളവരെ, വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ മാറ്റാൻ, വിശക്കുന്നവരുടെ വിശപ്പ് മാറ്റാൻ, കണ്ണീരൊലിക്കുന്നവരുടെ കണ്ണുനീര് മാറ്റാൻ, പടച്ചറപ്പേ സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരുടെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ ഒരൊറ്റ വാക്കേ നമുക്ക് മുമ്പിലുള്ളൂ. അത് നമ്മളുടെ റബ്ബാണ്, നമ്മുടെ റബ്ബാണ്. അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്ക്
എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, എനിക്ക് മനസ്സിന്റെ പ്രയാസമാണെന്ന് പറയുമ്പോ അതിന് പരിഹാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ദുനിയാവിൽ തന്നെ പല ആളുകളെയും അല്ലാഹു തആല നിയമിക്കുന്നതാണ്. പടച്ചറബ്ബേ, എന്റെ പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു നോക്കുക. അല്ലാഹുവേ, ലോകത്തിന്റെ മുമ്പിൽ കേരളക്കലയിൽ അറിയപ്പെട്ട പ്രഭാഷകനായ നൗഷാദ് ബാഖവി ഉസ്താദ് ഉണ്ടല്ലോ. പടച്ചറബ്ബേ, ആ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവേ സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം മുഴുവനും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. പഠിച്ചവനെ, അല്ലാഹുവേ, റോഡരികിൽ ആരുമില്ലാതെ കിടക്കുന്നവര്, രോഗം പിടിച്ചിട്ട് കിടക്കുന്നവര്, ആരും നോക്കാനില്ലാതെ കിടക്കുന്നവര്, ഇവരൊക്കെ പഠിച്ചറപ്പേ അല്ലാഹുവേ കഴുകി വൃത്തിയാക്കിയിട്ടോ, വേണ്ട ശുശ്രൂഷകൾ കൊടുത്തിട്ടോ, മരുന്ന് വേണ്ടവർക്ക് മരുന്ന് കൊടുത്തിട്ടോ, വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം കൊടുത്തിട്ടോ, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടോ, സ്നേഹസാഗരം എന്ന് പറയുന്ന ആ വലിയ സാഗരത്തിന്റെ ഉള്ളിൽ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, എത്രയോ വാപ്പമാരാ, എത്രയോ ഉമ്മമാരാ പഠിച്ചവനെ കിടക്കുന്നത്. അവിടെ ജാതിയില്ലല്ലോ, അവിടെ മതമില്ലല്ലോ, പഠിച്ചവനെ ആരാരുമില്ലാതെ നോക്കാൻ ആളുകളില്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകൾ. ആ കിടക്കുന്ന പല ആളുകൾക്കും പഠിച്ചവനെ മക്കളുണ്ടോ, അവർക്ക് മരുമക്കളുണ്ടോ. പക്ഷേ അല്ലാഹുവേ, തന്റെ വാപ്പയാണിത്, തന്റെ ഉമ്മയാണെന്ന് പോലും നോക്കാം തെരുവോരങ്ങളിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അവരെയാണ് സ്വന്തം വാപ്പയെയും ഉമ്മയെയും പരിചരിക്കുന്നത് പോലെ പഠിച്ചവനെ സ്നേഹസാഗരം എന്ന് പറയുന്ന പവിത്രമായ ആ ഭവനത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പഠിച്ചവനെ അവിടെ നിന്ന് വെള്ളം കൊടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും മരുന്ന് കൊടുത്തിട്ടും വസ്ത്രം കൊടുത്തിട്ടും അതിനുപരി ഏറ്റവും കൂടുതൽ മകന്റെ സ്ഥാനത്ത് നിന്നിട്ട് സ്നേഹം കൊടുത്തിട്ടും പഠിച്ചവനെ വളർത്തുന്നത്. അല്ലാഹുവേ, അവിടെ പോയി ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. ജനലോരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വാതിലിന്റെ തൊട്ടടുത്തിരുന്നിട്ട് പഠിച്ചവനെ ഓരോ വാപ്പയും ഉമ്മയും ഇങ്ങനെ കണ്ണു നിറക്കുകയാണ്. എന്നെ കൊണ്ടുപോകാൻ എന്റെ പൊന്നുമക്കള് കടന്നു വരുമോ, അവൻ വരുമോ, അവള് കടന്നു വരുമോ എന്നവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് പഠിച്ചറപ്പേ ഓരോ വാപ്പയും ഉമ്മയും ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്നത് പഠിച്ചവനെ പല ആളുകളും കണ്ടവരുണ്ടോ. പല വൃദ്ധസദനങ്ങളുടെയും അവസ്ഥ അതാണല്ലോ. വാപ്പാ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ കാഷ്ടിച്ചപ്പോ, നീ ചെറിയ കുട്ടിയായപ്പോ നീ ഒന്ന് കാഷ്ടിച്ചിരുന്നല്ലോ, നീ മൂത്രിച്ചിരുന്നല്ലോ. പഠിച്ചവനെ, നിന്നെ എങ്ങാനും നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിലേക്ക് നിന്റെ പൊന്നുമ്മ കൊണ്ടു കൊടുത്തിട്ടില്ല. ഇന്ന് നിന്റെ ഉമ്മ നിന്റെ വീട്ടിനകത്തൊന്ന് മൂത്രമൊഴിക്കുമ്പോ, നിന്റെ ഉമ്മയൊന്ന് കാഷ്ടിക്കുമ്പോ, നിന്റെ ഉമ്മ പഠിച്ചവനെ പ്രായം ചെന്നിട്ടോ അല്ലാഹുവേ എഴുന്നേറ്റ് പോയിട്ടൊന്ന് അറിയാതെ തന്റെ വായ്ക്കകത്ത് നിന്ന് തുപ്പുനീര് നിലത്തെത്തിയപ്പോ നിന്റെ ഭാര്യക്കത് തടസ്സമായി, നിനക്കത് തടസ്സമായി. പഠിച്ചറപ്പേ, നിനക്ക് അറപ്പായി. നിന്റെ കാഷ്ടം, നിന്റെ മൂത്രം കോരിയത് നിന്റെ ഉമ്മാന്റെ കൈ കൊണ്ടല്ലടാ, നിന്റെ ഉമ്മാന്റെ ശരീരമുണ്ടല്ലോ അവിടെ നിന്ന് ചുക്കിച്ചുളിഞ്ഞു പോയത് നിന്നെ ഓർത്തിട്ടാ മോനെ. നിന്റെ വാപ്പാന്റെ മുതുകങ്ങ് വളഞ്ഞു പോയത് നിനക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ. നിനക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനോ, നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ, അവിടുന്ന് സമ്പാദിക്കാനും മുതുകത്ത് ചാക്കിയേറ്റിയിട്ടും പണിയെടുത്തിട്ടും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാ പടച്ച തമ്പുരാനെ. അല്ലാഹുവേ, എന്നിട്ടും വൃദ്ധസദനത്തിന്റെ ഉള്ളിലകത്തേക്ക് കൊണ്ടുപോയിട്ട് തള്ളുന്ന ചെറുപ്പക്കാരാ, നീ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ മോനെ? നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാ, അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ.
പടച്ചവനെ ഞങ്ങളാകാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഉമ്മമാര്, അല്ലാഹുവേ ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഉമ്മമാര്, അല്ലാഹുവേ പടച്ചറപ്പേ ഒരാൾക്കും നീ പ്രയാസം കൊടുക്കല്ല അല്ലാ, വേദനകൾ കൊടുക്കല്ല അല്ലാ, പ്രയാസങ്ങൾ കൊടുക്കല്ല റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് പടച്ചവനെ നീ മഗ്ഫിറത്തും റഹ്മത്തും നീ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പല ആളുകളും വിദ്യാഭ്യാസം കൂടുമ്പോ അല്ലെങ്കിൽ പവർ കൂടുമ്പോ വിവാഹം കഴിക്കുമ്പോ അല്ലെ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ പണം കൂടുമ്പോ നമ്മുടെ കൂട്ടുകാരും പല ആളുകളുടെയും സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രായമായ ഉമ്മയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ വാപ്പയൊക്കെ നിൽക്കുന്ന കാണുമ്പോ പല ആളുകൾക്കും മടിയാ, പല ആളുകൾക്കും മടിയാ. പടച്ചോനെ ഇതാണ് എന്റെ ഉമ്മ, ആ ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായിട്ട് പടച്ചോനെ നിൽക്കുന്ന ഉമ്മ അല്ലെ, നിൽക്കുന്ന വാപ്പ, അവരെ കാണാൻ വല്ലാത്ത മടിയാ, അവരെ കാണാൻ വല്ലാത്ത മടിയാ. പടച്ചവനെ അങ്ങനെ മടി കാണിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ അവരെ മറ്റുള്ളവരിലേക്ക് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കും. നമ്മൾ ചെറുപ്പത്തില് എന്തെല്ലാം കുസൃതികൾ കാണിച്ചിട്ടുണ്ട്. എത്ര നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉമ്മ പറയും, മോനെ എടാ നീ എന്നെ പറ്റിച്ചല്ലടാ, അല്ലേ നീ എന്നെ പറ്റിച്ചല്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മാന്റെ ശരീരത്തിലൂടെ തന്നെ കാഷ്ടിച്ചാലും ഉമ്മാക്ക് കുഴപ്പമില്ല, ഉമ്മാന്റെ ശരീരത്തിലൂടെ മൂത്രിച്ചാലും എന്റെ പ്രിയമുള്ളവരെ അത് നമുക്ക് കുഴപ്പമില്ല, ഉമ്മാർക്ക് കുഴപ്പമില്ല. നമ്മുടെ വീട്ടിനകത്തുനിന്ന് മൂത്രിക്കുമ്പോ, നമ്മുടെ വീട്ടിനകത്തുനിന്ന് കാഷ്ടിക്കുമ്പോ ആ ഉമ്മാനെ തെറി പറയുന്ന എത്ര മക്കളുണ്ടെന്നറിയോ, ഉമ്മാനെ ചീത്ത പറയുന്ന എത്ര മക്കളുണ്ടെന്നറിയോ. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ മക്കളൊക്കെ ഞങ്ങളുടെ ഉമ്മാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കറപ്പേ, നമ്മുടെ വാപ്പാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കറപ്പേ. എന്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ പടച്ചോനെ നിന്റെ റഹ്മത്തിന്റെ കവാടം നീ അവർക്ക് തുറന്നു കൊടുക്കറപ്പേ. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദിന്റെ സ്നേഹസാഗരത്തിന്റെ ഉള്ളറയിൽ എന്റെ പ്രിയമുള്ളവരെ അവിടുന്നൊക്കെ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ ചൊല്ലുമ്പോ മഹാനായ ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ അവിടുന്ന് കൈപ്പിടിച്ചുയർത്താനുള്ള ആളുകളാണ് അവരൊക്കെ. ഉസ്താദിനെ വിളിക്കും, പഠിച്ചവനെ എന്റെ ഞങ്ങളെ നോക്കിയവരാ, ഞങ്ങളെ മക്കളെക്കാൾ സ്നേഹിച്ചവരാണ് അവരെ. പഠിച്ചവനെ നീ നരകത്തിലോ ആക്കല്ല റബ്ബേ, മഹ്ശറിൽ പരാജയപ്പെടുത്തല്ല അല്ലാ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ അവരൊരുമിച്ച് കൂട്ടി വെച്ചതാണ് ആ സ്വത്ത്. ഇത്രയും പ്രായം ചെന്ന ജാതിയില്ല, മതമില്ല, ജാതി മത ഭേദമന്യേ അവിടെ എത്രയോ ആളുകളാണ്, എത്രയോ ഉപ്പമാരാണ്, ഉമ്മമാരാണ്. അല്ലാഹു അങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ അല്ലെ, സംഘടനകൾ നേതൃത്വം നൽകുന്ന വൃദ്ധസദനങ്ങളുണ്ട്, പാവപ്പെട്ട വാപ്പയും ഉമ്മയും കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു ബോധം നൽകട്ടെ.